അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനുഷ്യൻ ഈ ഭൂമിയിലൂടെ നടക്കുമ്പോൾ അവൻ്റെ നടത്തം എങ്ങനെയായിരിക്കണമെന്ന് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാനിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ അടിമകൾ എന്ന് വളരെ സ്നേഹത്തോടെയാണ് അത്തരം ഗുണവിശേഷണങ്ങളുള്ള ആളുകളെ അള്ളാഹു ചേർത്തി പറഞ്ഞത്. അള്ളാഹുവിൻ്റെ അടിമകൾ, റഹ്മാനായ അള്ളാഹുവിൻ്റെ അടിമകൾ എന്ന് പറയുമ്പോൾ അത് ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. പക്ഷേ ആ ഒരു ഗണത്തിലേക്ക്, അള്ളാഹു ചേർത്തി വിളിച്ച വിഭാഗത്തിലേക്ക് ഒരാൾക്ക് പ്രവേശിക്കണമെങ്കിൽ അവനുണ്ടായിരിക്കേണ്ട ക്വാളിറ്റികൾ, സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ. ഇതാണ് ആ ഗണത്തിൽപ്പെട്ട ഒരു ആൾക്കുണ്ടായിരിക്കേണ്ട ഒരു സ്വഭാവം. അല്ലദീന യംശൂന അലൽ അർളി ഹൗന, ഭൂമിയുടെ മുകളിലൂടെ മനുഷ്യൻ സഞ്ചരിക്കുമ്പോൾ ഈ ഭൂമി ഒക്കെ എൻ്റേതാണ്, ഞാൻ പാർക്കുന്ന, ഞാൻ വസിക്കുന്ന ഇടം, എൻ്റെ ഭൂമി, എൻ്റെ സ്വന്തം മണ്ണ് എന്ന ഒരു വൈകാരികമായ തലത്തിൽ നിന്ന് മനുഷ്യൻ ചിന്തിക്കുമ്പോൾ അവന് ഈ ഭൂമിയുടെ ഉടമസ്ഥനെ, ഈ പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥനെ വിസ്മരിക്കുന്നു എന്നതാണ്. അപ്പോൾ ഒരു മനുഷ്യന് യഥാർത്ഥത്തിൽ അഹങ്കരിക്കാനോ അല്ലെങ്കിൽ ധിക്കരിക്കാനോ യാതൊരു പഴുതും അവൻ്റെ ജീവിതത്തിലില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ ഈ വിഭാഗം, അല്ലദീന യംശൂന അലൽ അർളി ഹൗന, അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ, ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവരുടെ നടത്തം തന്നെ ആ ഭൂമിക്കൊരു നോവും ഉണ്ടാക്കാതെ, ഒരു ഭാരവും തോന്നാതെയായിരിക്കും. അതിനർത്ഥം അവർ രോഗികളെപ്പോലെ ഇങ്ങനെ ആരോഗ്യമില്ലാത്തവരായി നടക്കണമെന്നതല്ല. വലാ തംശി ഫിൽ അർളി മർഹ ലൻ തഖ്രിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂല എന്ന് മറ്റൊരു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ, നടത്തങ്ങൾ, പ്രകടനങ്ങൾ, അതൊക്കെ അഹങ്കാരത്തിൻ്റെ ഭാഷ അവരുടെ ബോഡി ലാംഗ്വേജിലുണ്ടാവും. യഥാർത്ഥത്തിൽ കിബർ എന്ന് പറയുന്നത് അതൊരു ശരീരത്തിൻ്റെ ചലനാത്മകമായ ഒരു വിഷയത്തെക്കുറിച്ചല്ല. നേരെ മറിച്ച് അഹങ്കാരം, കിബർ എന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ നിർവചനമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചത് ബത്റുൽ ഹഖി വ ഗംതുൻ നാസ് എന്നതാണ്. അതായത് സത്യത്തെ ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുക, മനുഷ്യരെ സ്നേഹിക്കാൻ കഴിയാതിരിക്കുക, മനുഷ്യരെ ഇകഴ്ത്തുക, അവരെ പരിഹസിക്കുക, അവരെ കൊച്ചാക്കുക, തന്നേക്കാൾ ചെറുതായി കാണുക, ഇതൊക്കെയാണ് അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങൾ. ഒരു സത്യം അത് ഉൾക്കൊള്ളുമ്പോൾ തനിക്കുണ്ടാകുന്നൊരു അസ്വസ്ഥത, എങ്ങനെ എനിക്ക് ആ സത്യത്തിന് മുന്നിൽ ചെറുതാവാൻ കഴിയും, അതൊരു അഹങ്കാരത്തിൻ്റെ വല്ലാത്ത ഒരു ദൂഷ്യമാണ്, ഒരു ദുസ്വഭാവമാണ്. അല്ലാതെ നമ്മൾ നല്ല വസ്ത്രം ധരിക്കുന്നത്, നല്ല വാഹനം ഉപയോഗിക്കുന്നത്, അതൊന്നും യഥാർത്ഥത്തിൽ അഹങ്കാരം എന്ന് പറയാൻ കഴിയില്ല. അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തുകൾ ഉപയോഗപ്പെടുത്തുക, അത് ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വികാരം, ഇതെല്ലാം എൻ്റേതാണ്, ഇതെല്ലാം സ്വന്തമാണ്, മറ്റുള്ളവർക്ക് ലഭിക്കാതെ പോയത് അത് അവരുടെ കഴിവുകേടാണ്, ഇതെല്ലാം എനിക്കു ലഭിച്ചത് അത് എൻ്റേതു മാത്രമായ തൻ്റെ ഇടം കൊണ്ടാണ് എന്നൊക്കെയുള്ള ചിന്തകളിലേക്ക് ഒരു മനുഷ്യൻ കടന്നു പോകുന്നുവെങ്കിൽ അവൻ അത് അനുഗ്രഹം നൽകിയ ദാതാവായ അള്ളാഹു
ആ അള്ളാഹുവിൻ്റെ നിഅമത്തിനെ മറക്കുന്നു, വിസ്മരിക്കുന്നു എന്നതാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് മുഫസ്സിറുകളായ ഇമാമുമാർ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇദാ അതൈതുമുസ് സ്വലാത്ത ഫലാ തഅ്തൂഹാ വഅൻതും തസ്ഔൻ. നിങ്ങൾ നിസ്കാരത്തിലേക്ക് പോവുകയാണെങ്കിലും ആ നിസ്കാരത്തിലേക്ക് നിങ്ങൾ പോവേണ്ടത് എങ്ങനെയാണ്? നിങ്ങൾ ഓടിപ്പോകണോ? നിങ്ങൾ ധൃതിയിൽ നടന്നു പോകണോ? അല്ലെങ്കിൽ നിങ്ങൾ അടക്കത്തോടു കൂടെ പോകണോ? പലപ്പോഴും നമ്മൾ കാണുന്ന കാഴ്ച, പള്ളിയിൽ നിസ്കാരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആ നിസ്കാരം എത്തിപ്പിടിക്കാൻ വേണ്ടി മനുഷ്യൻ്റെ ഒരു വെപ്രാളം, ശബ്ദമുണ്ടാക്കി, അങ്ങനെ പിന്നെ പരിസരത്തൊക്കെ ഒരു അയാൾ വരുന്നതിൻ്റെ ഒരു പ്രകമ്പനം ഉണ്ടാക്കിയിട്ട് പിന്നെ അത് ചില ആളുകൾ തൊണ്ട കൊണ്ട് ശബ്ദം ഉണ്ടാക്കും, ചില ആളുകൾ അവർ പിന്നെ ചാടി ഓടിയൊക്കെ വരും. എന്നാൽ ഇത് ശരിയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസ് പഠിപ്പിക്കുന്നത് ഇദാ അതൈതുമുസ് സ്വലാഹ്, നിങ്ങൾ നിസ്കാരത്തിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി നിങ്ങൾ പോവുകയാണെങ്കിൽ ഫലാ തഅ്തൂഹാ, നിങ്ങൾ എങ്ങനെ അവിടേക്ക് പോകണം എന്നതിന് മുമ്പ് ആദ്യം പറയുന്നത് ഫലാ തഅ്തൂഹാ, നിങ്ങൾ എങ്ങനെ പോകരുത് എന്നതിനെക്കുറിച്ചാണ്. വഅൻതും തസ്ഔൻ, നിങ്ങളിങ്ങനെ ധൃതി പിടിച്ച് നിങ്ങളിങ്ങനെ എടുത്ത് ചാടി ഓടി അങ്ങനെ നിങ്ങൾ പോകരുത്. വഅ്തൂഹാ വഅലൈക്കുമുസ് സക്കീന, നിങ്ങൾ പോവേണ്ടത് അത് നിസ്കാരമെന്ന് പറയുന്ന എല്ലാവരും സ്വകാര്യമായി അവർ വ്യക്തിപരമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആരാധന. ആ ആരാധനയുടെ ഭക്തിക്ക് ഒരുവിധ കോട്ടവും സംഭവിക്കാത്ത രൂപത്തിൽ അവരുടെ മാനസികമായ ഒരു ഖുശൂഅ്, ആ ഒരു ഭക്തിയുടെ നില, അതിന് യാതൊരുവിധ പ്രയാസങ്ങളും ഉണ്ടാക്കാത്ത രൂപത്തിലാണ് വഅലൈക്കുമുസ് സക്കീന, അടക്കത്തോടു കൂടെയാണ് നിങ്ങൾ പോകേണ്ടത് എന്നതാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഒരു റക്അത്ത് മിസ്സാവാം. ഇമാമ് ഓതിക്കൊണ്ടിരിക്കുന്നു, അടുത്ത സ്റ്റെപ്പ് റുക്കുവിലേക്ക് പോകാൻ സമയം ആയിട്ടുണ്ട്, റുക്കുവിൽ എത്തി നിൽക്കുന്നുണ്ട്, നമ്മൾ ധൃതി പിടിച്ചവിടെ എത്തിയില്ലെങ്കിൽ ഇമാമ് ഇത്യാദിലേക്ക് ഉയർന്നു വരും, അപ്പോൾ നമുക്ക് ആ റക്അത്ത് മിസ്സായി പോകും എന്നതാണ് നമ്മുടെ വിചാരം. അപ്പോൾ നമ്മളെ ധൃതിക്ക് വേണ്ടി നമ്മളിങ്ങനെ ബേജാറ് പിടിച്ച് പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഇത് ഈ ഒരു തലമാണ്. പക്ഷെ അങ്ങനെയല്ല. ഹദീസിൻ്റെ ബാക്കി ഭാഗം നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. തുമാ അദ്റക്തും ഫസല്ലു, നിങ്ങൾക്ക് എത്രയാണോ അങ്ങനെ അടക്കത്തോടുകൂടെ അവിടേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഇമാമിൻ്റെ കൂടെ നിസ്കരിക്കാൻ കഴിയുന്നത് ആ അത്രയും നിങ്ങൾ ഇമാമിനോടൊപ്പം നിസ്കരിക്കണം. വമാ ഫാത്തക്കും ഫാത്തിമോ, നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്, നിങ്ങൾ പിന്തിയതിൻ്റെ പേരിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന റക്അത്തുകൾ ഫാത്തിമോ, അത് സലാം വീട്ടിയ ശേഷം നിങ്ങളത് വീണ്ടെടുക്കണം എന്നതല്ലാതെ നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ധൃതിപ്പെടുക, മറ്റുള്ളവരുടെ ശ്രദ്ധയെ കൂടി ആ ധൃതിപ്പെടൽ ബാധിക്കുക എന്ന് പറയുന്നത് അത് നമുക്ക് ഗുണമായിട്ടല്ല, അത് ഗുണപരമായിട്ടല്ല നമ്മളെ ബാധിക്കുന്നത്, അത് പ്രതികൂലമായിട്ടാണ്. അപ്പോൾ ഈ ഹദീസിൽ ഈ ആയത്തിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന പാഠം, അതൊരു മനുഷ്യൻ ഫിസിക്കലി അവൻ്റെ പിന്നെ ചലനത്തിൽ, അവൻ്റെ നടത്തത്തിൽ ഒക്കെ അവൻ പാലിക്കേണ്ട ഒരു ബാലൻസിനെ കുറിച്ചാണ്. ആ നമ്മുടെ പ്രവർത്തനം മറ്റൊന്നിനും ഒരു വിഘ്നം സൃഷ്ടിക്കരുത്, മറ്റൊന്നിനെയും അത് പ്രതികൂലമായി ബാധിക്കരുത് എന്നുകൂടി ഇതിലുണ്ട്. ഇൻഷാ അല്ലാഹ് റഹ്മാനായ അള്ളാഹുവിൻ്റെ അടിമകളുടെ മറ്റു സ്വഭാവങ്ങൾ ഇനിയും പറയുന്നുണ്ട്. നമുക്ക് തുടർന്നും ഇതിൻ്റെ ബാക്കി നമുക്ക് കേൾക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കീനത്തോടുകൂടെ, അടക്കത്തോടുകൂടെ, ഒതുക്കത്തോടുകൂടെ നമുക്ക് ഈ ഭൂമിയിലൂടെ സഞ്ചരിക്കാനും മറ്റുള്ള ഒരു ജീവിക്കും ഒരു നോവും ഉണ്ടാക്കാതെ, ഒരു ഭാരവുമില്ലാതെ ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ അടിമകളായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അള്ളാഹു സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞ ഈ ഒരു വിഭാഗത്തിൽ വിജയികളായ ആളുകളുടെ അടയാളത്തിൽ നമുക്കും ഒരു ഇടമുണ്ടാവണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.